തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മലയാള സിനിമയിലെത്തിയ നടി മഞ്ജു പിള്ള ഇപ്പോൾ തൻ്റെ കരിയറിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഹാസ്യനടി എന്ന ടാഗിൽ നിന്നും മാറി എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്തു തുടങ്ങി. കുടുംബത്തിനും പ്രാധാന്യം നൽകി. കരിയറിൽ നിന്നും അകലം പാലിച്ച തന്നെ തിരികെ അഭിനയത്തിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത് മകളാണെന്ന് പറയുകയാണിപ്പോൾ നടി. സിനിമ ദ ക്യൂവിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. എന്നെ സിനിമയിലേക്ക് രണ്ടാമത് വരുത്തിച്ചത് എൻ്റെ മകളാണ്. അമ്മ എന്തിനാ വീട്ടിൽ കുത്തിയിരിക്കുന്നേ, ഡു യുവർ ജോബ് എന്ന് പറഞ്ഞത് മോളാണ്. എനിക്ക് മോട്ടിവേഷൻ അവളാണ്. ഇത്രയും നാൾ അമ്മ കുറേ സാക്രിഫൈസ് ചെയ്തു. വന്ന വർക്കുകൾ ഫാമിലിക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ചു. മോൾ ആ സമയത്ത് പഠിക്കുകയായിരുന്നു. അവൾക്ക് വേണ്ടി ഞാൻ കുറേ സിനിമകൾ വേണ്ടെന്ന് വെച്ചിരുന്നു. യാത്രകൾ പലതും വേണ്ടെന്ന് വെച്ചു. എൻ്റെ ലെഷർ ടൈം കുറേ ഞാൻ വേണ്ടെന്ന് വെച്ചു. നന്നായി വായിക്കുന്നയാളായിരുന്നു ഞാൻ. പണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വായനാശീലം നിന്ന് മടിയായി തുടങ്ങി. പുസ്തകം മേടിക്കും, പക്ഷേ അത് ആ മൂലയിൽ ഇരിക്കും. സത്യം പറഞ്ഞാൽ മടി പിടിച്ചു. പിന്നീട് അവൾ ഒരു 12ാം ക്ലാസ്സിലെത്തിയപ്പോൾ അത് അമ്മയുടെ ജോലിയാണ്. അമ്മ ഇത്രയും നാൾ എനിക്ക് വേണ്ടി നിന്നു. ഇനി ജോലി ചെയ്യാൻ പോയിക്കോളൂ, ഞാൻ എൻ്റെ കാര്യം നോക്കാമെന്ന് അവൾ പറഞ്ഞു. അതോടെയാണ് ഞാൻ സിനിമയിലേക്ക് തിരിച്ചു വന്നതെന്നും മഞ്ജു പിള്ള പറയുന്നു. 40കൾ പിന്നിട്ട ശേഷമുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ചും നടി മനസ്സ് തുറന്നു. 40 കഴിഞ്ഞാണ് നമ്മൾ ജീവിച്ചു തുടങ്ങുന്നതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുവരെയുള്ള 95% ജീവിതവും സ്ത്രീകൾ ഫാമിലിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാവും. കുടുംബാംഗങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത ശേഷമാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നത്. അത് വേണ്ടെന്ന് തോന്നുന്നു. 40 വയസ്സ് പിന്നിട്ട ശേഷമാണ് ഞാൻ യാത്രകൾ ചെയ്തു തുടങ്ങിയത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും സിനിമയ്ക്ക് പോകാനും എനിക്കിഷ്ടമാണ്. ഞാനിത് എൻജോയ് ചെയ്യും. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും. അമ്മമാർ പൊതുവെ ചെയ്യാറുള്ളത് ഭക്ഷണം കഴിക്കാതെ ആദ്യം ഭർത്താവിനും മക്കൾക്കും മറ്റും കുടുംബാംഗങ്ങൾക്കും കൊടുക്കും. അവസാനമേ അമ്മമാർ കഴിക്കൂ. എത്ര വിശന്നാലും കഴിക്കാതെ വീട്ടിലെ മറ്റംഗങ്ങളെല്ലാം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കും. പണ്ടത്തെ അമ്മമാർ ഈ രീതിയിൽ ജീവിച്ചിരുന്നവരായിരുന്നു. ഇപ്പോഴത്തെ അമ്മമാരിൽ ചിലരും ഇങ്ങനെയാണ്. ഇങ്ങനെ സ്ത്രീകൾ സാക്രിഫൈസ് ചെയ്ത് ഇരിക്കേണ്ട എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വിശന്നാൽ കഴിക്കുക, കാരണം വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ്. മറ്റുള്ള കുടുംബാംഗങ്ങൾ വരുമ്പോൾ അവർക്ക് വിളമ്പിക്കൊടുത്താൽ മതിയല്ലോ. നമ്മൾ നമുക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കണം. വിശന്നിരിക്കാതിരിക്കുക, നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കുക, മഞ്ജു പറഞ്ഞു.